എല്ലാം മറന്ന് കളിച്ചോണ്ടിരുന്ന എന്നെ നനച്ചെടുത്തിരിക്കുന്നു മാമി. എൻ്റെ അമ്മ പോലും എന്നെ നനയ്ക്കാതെ കൊണ്ട് നടന്നതാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല എന്നെ ഇങ്ങനെ ശിക്ഷിക്കാൻ. ഇനി ആരടുത്ത് ഞാൻ മിണ്ടത്തില്ല. മാമൻ്റെ അടുത്തും മാമിയുടെ അടുത്തും എന്നെ തൊടണ്ട. അത്രയ്ക്ക് പ്രയാസം എനിക്കുണ്ട്. ഞാൻ അനങ്ങാതിരുന്ന് കളിച്ചോണ്ടിരുന്ന് എന്നെ പിടിച്ച് നനച്ച് വിട്ടിരിക്കുന്നു. മോനെ കുട്ടൂസ, മാമിയല്ലേ നനച്ച് വിട്ടത്. മാമൻ്റെ അടുത്ത് ഇഞ്ഞ് വാ. മാമൻ്റെ കൂടെ മിണ്ടത്തില്ലേ? ആരെടുത്തും മിണ്ടാതെ നമ്മുടെ ചെറുക്കൻ പിണങ്ങിയിരിക്കുകയാണല്ലോ. ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല. കിന്നാരം പറഞ്ഞുകൊണ്ട് വരും. മാറിപ്പോകാം. ഇതാ ഇങ്ങോട്ടല്ല മാറിയിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞങ്ങളെ ചെറുക്കന്താ ഒന്ന് കുളിപ്പിച്ചെന്നും പറഞ്ഞ് പിണങ്ങിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടാ നിനക്ക് ചോറൊന്നും വേണ്ടേ? കുട്ടൂസാ, അവനാകെ പിണങ്ങി. അവൻ്റെ മുഖം കണ്ടോ? ആ വിഷമം, പിണക്കം, അതുപോലെ ലെവലില്ലാത്ത ഉറക്കവും. എങ്ങനെയുണ്ട്? ആഹാരം കഴിക്കാതെ ഉറങ്ങുകയാണ്. ഹായ് നോക്കൂ, പരിസരം വിട്ടു പോകാത്ത കുഞ്ചുമോളെ വീണ്ടും കാണാനൊരവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ദാ കുഞ്ചുമോൾ അങ്ങനെ ആ മതിൽക്കെട്ടിൻ്റെ മേളിലിരുന്ന് മീശയൊക്കെ അങ്ങോട്ട് വിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. താഴെ ചാടി വരാൻ ചാൻസ് ഉണ്ട്, ചാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസ് മാമൻ്റെ കാലിലിരുന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. അവൾ ഏത് വഴിക്കാണ് വരുന്നതെന്ന് നോക്കി അവൻ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ചുമോളെ കാണാൻ. മാമനെ കണ്ടാൽ എന്തെങ്കിലും കിട്ടുമോ അതുപോലെയൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ കുഞ്ചുമോള്. പാതി വഴിയിൽ ഇരിക്കുകയാണ്. ദാ തൊട്ടടുത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട് കുഞ്ചുമോള്. നമ്മുടെ പടിയുടെ സ്റ്റെപ്പിലിരിക്കുന്നു. ചെറിയൊരു പേടിയോട് കൂടി, മാമ ഞാൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ പോരട്ടെ എന്നൊരു ഭാവത്തിൽ നമ്മുടെ കുഞ്ചുമോള് മാമനെ നോക്കും. അതുപോലെ മാമൻ്റെ കാലിരിക്കുന്ന കുട്ടൂസിനെ നോക്കിയാണ് അവൾ അവിടെ നിരാശരായി നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ ഒരു കഷ്ടമല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ചുമോള് കരിയൊക്കെ എഴുതിയിട്ടേ നല്ല സുന്ദരി കുട്ടിയെയാണ് വന്ന് നിൽക്കുന്നത്. അതാ നമ്മുടെ ചെറുക്കനും അതുപോലെ വന്നിറങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും രാവിലെ ഒന്നും മിണ്ടാതെ കുട്ടൂസ് മാമനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കുഞ്ചുമോള് ദാ വളരെ വിഷമത്തിൽ, അമ്മ വഴക്ക് പറഞ്ഞതാണോ ഒന്നും അറിയില്ല, വിഷമത്തോടെ അവിടെ ഇരിക്കുന്ന സുന്ദരി കുട്ടിയെയും നമുക്ക് കാണാം. എന്താണ് ഇപ്പം ഈ രണ്ടുപേരാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ലെവലിലേക്ക് മാറിയിരിക്കുന്ന മായു ലുട്ടു ഈ വീഡിയോയിലില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ മാമനും വീഡിയോയിൽ വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് ഇവിടെ. മാമൻ്റെ ജോലിസ്ഥലമായ ഖത്തറിലേക്ക് മാമൻ തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെടുത്ത് ബൈ ബൈ പറഞ്ഞുകൊണ്ട് മാമന് പോകാൻ വളരെ പ്രയാസം തന്നെയാണ്. എന്ത് ചെയ്യാനാണ് പോയേ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരെയും മാമൻ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേരെ പൊന്നുപോലെ നോക്കാൻ ഇവിടെ മാമയുണ്ട്. ഒന്നും പേടിക്കാനൊന്നുമില്ല. അതുപോലെ പിള്ളേരുടെ വീഡിയോ കാണിക്കില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. പിള്ളേരെ വീഡിയോ സമയാസമയങ്ങളിൽ വീഡിയോ കൊണ്ടുവരാൻ മാമൻ പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ഇപ്പം തരുന്നത് പോലെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ മാമൻ എന്തായാലും ജോലിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം വളരെ വെള്ളത്തിലാകും. മാത്രമല്ല ഒരു 6 മാസം മാമൻ എന്തായാലും അവിടെ ജോലിയും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ അടിച്ച് പൊളിച്ചുള്ള വീഡിയോകളായിരിക്കും. സ്വന്തം നാടിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പോകാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ 6 മാസം 6 ദിവസം പോലെ പോകാൻ മാമൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ കളിയൊക്കെ ഇനി ലൈവായിട്ട് കാണാനോ വീഡിയോ എടുക്കാനോ മാമൻ ഇനി പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല സ്നേഹവും എന്താ പറയുക എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ 6 മാസത്തെ ജോലിക്കായിട്ട് പോകുന്നത്. 6 മാസമല്ല, ഞാൻ 6 മാസം നിന്നിട്ട് തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സ്നേഹം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഖത്തർ ചെന്നാലും നമ്മളെ കാത്തിരിക്കുന്ന നല്ല നല്ല വീഡിയോ ഖത്തർ തന്നെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ കുഞ്ചുമോളും കുട്ടൂസും ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ പിള്ളേരുടെ ചെറിയ തമാശകൾ വിട്ടുപോയതാണ്. ദാ നമ്മുടെ 2 പിള്ളേരും സ്നേഹമുള്ള കൂട്ടുകാരെ പോലെ ഒത്തുകൂടി ഇരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ കുഞ്ചുമോള് ഇന്ന് ഒരുപാട് സമയമെടുത്താണ് ഇവിടെ നിൽക്കുന്നത്. സാധാരണ പെട്ടെന്ന് വന്നിട്ട് അതുപോലൊരു പോക്കാണ്. അതെന്തായാലും നടന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല. നമ്മുടെ കുട്ടൂസ് തനിച്ചുള്ളതുകൊണ്ടായിരിക്കാം കുഞ്ചുമോൾക്കൊരു പാവത്തം തോന്നി കൂടെ കൂടിയിരിക്കുന്നത്. നല്ല കാര്യമല്ലേ. അതുപോലെ തന്നെ എപ്പോഴും
കുറച്ച് അകലം വിട്ട് നിൽക്കുന്ന നമ്മുടെ കുഞ്ചുമോക്ക് അവനോടൊത്ത് കളിച്ച് തുടങ്ങാനൊക്കെ ഒരു ചെറിയ പ്രയാസം തന്നെയാണ്. എന്നാലും കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ നല്ല കൂട്ടുകാരാകും. അതുപോലെ കുഞ്ചുമോളി ചാടി കളിച്ച് അവനോട് ഒരു രസമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല മനോഹര രീതിയിൽ സന്തോഷത്തോടെ കളിക്കുന്ന ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ആ ഒരു കമ്പവിടെ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കളി കാണാൻ നമുക്ക് പറ്റിയല്ലേ. വേറെ പറയാൻ, കുഞ്ചുമോളി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടൂസ് പിന്നെ തനിച്ചാണ്. അവൻ്റെ ആ സമയത്തുള്ള ഒരു ടെൻഷൻ നമുക്ക് വളരെ സങ്കടം തോന്നും. ഒറ്റയ്ക്ക് ഇതുപോലെ കരഞ്ഞൊക്കെ ഞങ്ങളെ കൂടെ ഇങ്ങനെ നടന്ന് സമയം ചിലവഴിക്കാറാണുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വലിയ പാവം തന്നെയാണ്. ഇനി ഇതൊന്നും കാണാൻ മാമനുണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിനേക്കാളും ഒരു പ്രയാസം. വേറെ പറയാൻ, ഒരമ്മ പെറ്റ മക്കളെ പോലെ രണ്ടുപേരും ആ കളിക്കുന്നതൊക്കെ കാണുമ്പോഴേ നമ്മുടെ മായു, ലുട്ടു, കുട്ടു ഇങ്ങനെ കളിക്കുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു കുറവ് നമുക്കത് നികത്താൻ പറ്റില്ല കേട്ടോ. പിന്നെ വേറെ പറയാൻ, നമ്മുടെ കുഞ്ചുമോളെ നമുക്ക് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല. അവൾ അമ്മ വിളിച്ചാലും അതുപോലെ തന്നെ വിളിച്ചില്ലെങ്കിലും അവൾ പോകേണ്ട ഒരു സ്ഥലം അവൾക്കുണ്ട്. അവിടെ പോയി തന്നെ ആയിരിക്കും അവൾ ഉറങ്ങുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ സുന്ദരിക്കുട്ടിയായ കുഞ്ചുമോളും കൂടെ കൂടിയപ്പോഴാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയ ഓളം ഉണ്ടായത്. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുവരാൻ തന്നെ നമുക്ക് കഴിഞ്ഞത് കേട്ടോ. അല്ല, കുട്ടൂസ് തനിച്ചാകുമ്പോൾ അവനെപ്പോഴും ഇതുപോലെ ഞങ്ങളെ ബേക്കുന്നേ കരഞ്ഞൊക്കെ കൂടെ നടക്കും. ചെറിയ രീതിക്ക് എന്തെങ്കിലും കളിക്കും. ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അതാ കുഞ്ചുമോളെയും കൂടെ കണ്ടപ്പോൾ അവൻ ഹാപ്പിയാണ്. അങ്ങനെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു വീഡിയോയും കൂടെ കൊണ്ടുവരാൻ പറ്റി. അത് കുഞ്ചുമോളോട് ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരില്ല കേട്ടോ. അങ്ങനെ കുട്ടൂസിനെ തനിച്ചാക്കിക്കൊണ്ട് കുഞ്ചുമോൾ പോവുകയാണ് കേട്ടോ. കുഞ്ചുമോൾ ഇനി പോയാൽ ഇനി എന്നാണ് വരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ നാളെ കിട്ടാം. എന്നാൽ പിന്നെ കുഞ്ചുമോൾ പോകുന്ന സ്ഥിതിക്ക് നമുക്ക് കുട്ടൂസിനൊന്ന് കുളിപ്പിച്ചാലോ? അതെ, മാമി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ കുട്ടൂസിനെ കുളിപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ ചെറുക്കനതാ കുളിപ്പിച്ച് വെയിലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് വെയിലിന് നല്ല ചൂടുള്ളതുകൊണ്ടാണ് നമ്മൾ കുളിപ്പിച്ചത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുളിപ്പിക്കും, ഞങ്ങളങ്ങനെ കാണിക്കാതിരുന്നതാണ്. ഇന്ന് ചെറുക്കനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാ കണ്ടു, കുളിച്ച് അങ്ങനെ ചെറിയൊരു കിട്ടുവലായിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ചെറുക്കൻ. എന്തായാലും അവൻ ഞങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, ആ മുഖമൊക്കെ കണ്ടോ, വളരെ പിണങ്ങി ഞങ്ങളുടെ മിണ്ടാതെയും അതുപോലെ കരഞ്ഞ് കാണിക്കാതെയൊക്കെ ഇരിക്കുകയാണ്. എന്താണെന്നറിയില്ല, കുളിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്നത്. എന്താ നോക്കിയാൽ ചവിട്ടിയൊക്കെ മാറ്റുന്നുണ്ട്. അവൻ്റെ കൈ തൊട്ടപ്പോൾ ആ പിണക്കമുള്ള നോട്ടം കണ്ടോ, കൈ പിടിച്ച് വലിക്കുകയും അങ്ങനെ അവൻ പിറവൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി നമ്മുടെ ചെറുക്കന് ചോറൊക്കെ കൊടുക്കാനുണ്ട്. ഞങ്ങളുടെ മിണ്ടായിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കരഞ്ഞ് കാണിക്കുകയും സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ചെറുക്കൻ ഇന്ന് ഞങ്ങളോട് വളരെ പിണങ്ങിയിരിക്കുകയാണ്. മാമിയാണ് ഇന്നത്തെ കുട്ടൂസിൻ്റെ ശത്രു കേട്ടോ. ഇതാ നമ്മുടെ ചെറുക്ക അവിടെ നിന്ന് മാറിപ്പോയിട്ട് കുറച്ചുകൂടെ വെയിലുള്ള ഭാഗത്താണ് ഇരുന്ന് വെയിൽ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. അതുപോലെ തന്നെ ഒന്നിരാടെ മാമി ഇവനെ കുളിപ്പിക്കും കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, നല്ല ചൂടാണ്. നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണല്ലോ ഇപ്പോഴുള്ളത്. ഈ കാലാവസ്ഥ വളരെ മോശമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൂച്ച കുഞ്ഞുങ്ങൾക്കായാലും പട്ടികൾക്കായാലും കുളിപ്പിക്കുന്നത് നല്ലതാണ്. അവർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരാതിരിക്കാനും കൂടെയാണ് ഞങ്ങൾ ഈ ചൂടത്ത് പിള്ളേരെ കുളിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കൻ്റെ പിറവൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലേ അവൻ ഒരു അടിപൊളി ഉറക്കമൊക്കെ ഉറങ്ങും നമുക്ക് കാണാം. ഇതാ കണ്ടില്ലേ, ഇത്ര ഗംഭീരമായിട്ടുള്ള ഉറക്കം ഉറങ്ങും. അതുപോലെ തന്നെ ഒന്നും കഴിക്കാതുള്ള ഉറക്കം തന്നെയാണ് കേട്ടോ. അത്ര നല്ല ക്ഷീണമുണ്ട് ഈ ചൂടത്തെ. അവൻ്റെ ശരീരമൊക്കെ തണുത്തപ്പോൾ അവൻ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയതാണ്. എന്തായാലും അവർക്കൊരു പായ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, അവിടെ വെച്ച് കിടത്തി അവനെ ഉറക്കാനാണ് ഈ അടുത്ത പരിപാടി കേട്ടോ. അവനെവിടെ നിന്ന് എടുക്കണം ഇനി. ഇതാ നോക്കിയേ, ഒന്നും അറിയുന്നില്ല, അത്രയ്ക്ക് ഉറക്കമാണ് അവന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മുടെ ചെറുക്കനെന്താ അവരുടെ പായലേക്ക് വെച്ച് കിടത്തി. എന്നിട്ട് പോലും ചെറുക്കൻ അറിഞ്ഞില്ല, അത്രയ്ക്ക് നന്നായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ, പാവം. എന്നാൽ പിന്നെ കുട്ടൂസ് ഉറങ്ങിയ സ്ഥിതിക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.